നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ദൈവം നമുക്കായി തയ്യാറാക്കുന്ന പദ്ധതികളോട് സഹകരിക്കുമ്പോൾ അതിശയങ്ങൾ സംഭവിക്കുന്നു. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളിലൂടെ തിരുഹിതം നിറവേറുന്നു. 99 വയസ്സുവരെ പൊള്ളാച്ചിയിലെ ഗ്രാമങ്ങളിൽ സൗജന്യ വൈദ്യ ശുശ്രൂഷ നൽകിയ ഡോക്ടർ ടി ജോസഫ് ദൈവമൊരുക്കിയ ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മോട് വിവരിക്കുന്നു. 1917 സെപ്റ്റംബർ 3 പത്തനംതിട്ട പുന്നവേലി പുതുക്കല്ലേൽ വീട്ടിൽ തോമസിൻ്റെയും സാറാമയുടെയും ഏറ്റവും ഇളയ മകനായി ജനിച്ച ടി ജോസഫ് മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഒരു ദൈവിക പദ്ധതിക്കായി വിളിക്കപ്പെട്ടിരുന്നു. ബാല്യത്തിലെ തൻ്റെ മകനെ ക്രിസ്തുവിനായി സമർപ്പിച്ച ഒരു മാതാവിൻ്റെ സമർപ്പണം അശരണരും നിസ്സഹായരുമായ ആയിരക്കണക്കിന് മനുഷ്യർക്കായി ദൈവമൊരുക്കിയ ഒരു പദ്ധതിയായി പിന്നീട് രൂപാന്തരപ്പെട്ടു. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ ആപ്ലിക്കേഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, മകനെ നീ എന്താ എഴുതുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിന് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, അതിന് പോകാനായിട്ട് ആപ്ലിക്കേഷൻ എഴുതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എന്നാൽ ഞാൻ നിന്നോട് രഹസ്യം പറയാം. നീ നിൻ്റെ 10-ാമത്തെ വയസ്സിൽ ടൈഫോയിഡ് പിടിച്ച് മരിച്ചവനായിരുന്നു. 30-ാമത്തെ ദിവസം ആശുപത്രിക്കാർ പറഞ്ഞു, ഇനി യാതൊരു രക്ഷയുമില്ല, പൾസെല്ലാം പോയി, അതുകൊണ്ട് ഇനി കൂടിയാൽ 3 മണിക്കൂർക്കുള്ളിൽ ജീവനോടെ ഇരിക്കില്ല, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല, വീട്ടിലൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയുടെ ഇളയ മകനാണ്, അമ്മയുടെ വലിയ പെറ്റാണ്. അപ്പോൾ അമ്മ എന്നെ മടിയിലെടുത്ത് വെച്ചിട്ട്, എൻ്റെ ദൈവമേ, ഈ മകനെ മരിക്കാൻ പോവുകയാണല്ലോ, ഇവനെ ജീവനോടെ തന്നാൽ പിന്നെ എൻ്റെ വകയല്ല, നിൻ്റെ വകയാണ്, നിനക്ക് വേണ്ടി നേർന്നുകൊള്ളുന്നു എന്ന് നേർച്ച അന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ അമ്മ എന്നെ പറഞ്ഞത് ഞാൻ ഉപദേശമാണോന്ന്. അതൊന്നും എനിക്കറിയില്ല, ഞാൻ നിന്നെ ദൈവവേലയ്ക്ക് ദൈവത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അമ്മയുടെ വാക്ക് കേട്ട് യേശുക്രിസ്തുവിനായി സമർപ്പിച്ച ടി ജോസഫ് സാർ 1939 പാലക്കാട് കുഴൽമന്നത്ത് ക്രിസ്തുദാസ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ആശ്രമത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു. എല്ലാ വർഷവും മാതാവ് കൺവെൻഷൻ്റെ ഏബ്രഹാം തിരുമേനി പാലക്കാട്ട് ആശ്രമത്തെപ്പറ്റി സാധാരണ ആശ്രമത്തിൽ വിവരങ്ങളൊക്കെ പറയാറുണ്ട്. അത് ഞാൻ മാതാവിന് പോകുമ്പോഴെല്ലാം കേൾക്കും. അപ്പോൾ എനിക്ക് ആശ തോന്നി. തിങ്കളാഴ്ച വീട്ടിൽ നിന്നും പുറപ്പെട്ടു. 7 മണിക്ക് വൈകിട്ട് 7 മണിക്ക് ആശ്രമത്തിലെത്തി. അപ്പോൾ അവിടെ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 8:30 തീർന്നു. ഉച്ചയ്ക്ക് യാത്രയിൽ ഊണ് കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പോടെ ആയിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും അവിടെ കിടക്കെടുത്തുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എവിടെ അത്താഴം, എവിടെ അടുക്കള? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് വിശ്വാസ പ്രസ്ഥാനമാണ്, ഇന്നലെ മുതൽ ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണത്തിന് എന്നും പറഞ്ഞ് പണം വന്നാൽ ഭക്ഷണം വാങ്ങും, ഇന്നലെ മുതൽ ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആരും ഇന്നേ ഒന്നും മേടിച്ചില്ല. അച്ഛാ എനിക്ക് നല്ല വിശപ്പാണല്ലോ, ഇവിടെ വല്ല കടയുണ്ട്, കടയൊന്നുമില്ല, ഒരു കുതി വെള്ളമുണ്ട്, അത് മാറ്റുന്നതാണെന്ന് പറഞ്ഞു. ആ വെള്ളം കുടിച്ചിട്ട് നേരം വിളിപ്പിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഗതി, അവിടുത്തെ ടീച്ചേഴ്സ് സന്തോഷത്തോടെ ജോലിക്ക് പോകുന്നു, സുവിശേഷ വേലയ്ക്ക് പോകുന്നു, ആശുപത്രി ജോലിക്കാർ പോകുന്നു, എല്ലാം സന്തോഷത്തോടെ പോകുന്നു. ഞാൻ ചോദിച്ചു,
വെച്ചാൽ 2 ദിവസം പട്ടിണിയുള്ളത് എങ്ങനെ അതിൻ്റെ രഹസ്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞു. തൻ്റെ വസ്തുവകകൾ എല്ലാം വിറ്റ് ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് സമർപ്പിച്ച് ടി ജോസഫ് പാലക്കാട് ക്രിസ്തുദാസ ആശ്രമത്തിൽ ജീവിതം നയിച്ചു. ഈ കാലയളവിൽ ഹോമിയോപ്പതിയും ഡെന്റിസ്ട്രിയും പഠിച്ച് മികച്ച ഒരു ഡോക്ടറായി ടി ജോസഫ് പേരെടുത്തു. ആശ്രമ ജീവിതം നയിക്കുന്നതിനിടയിൽ അവിചാരിതമായി ഒരു സംഭവം ഡോക്ടർ ടി ജോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. 1947 ആരംഭത്തിൽ പ്ലേഗ് എന്ന് പറഞ്ഞ രോഗം പൊള്ളാച്ചിയിലും ഗ്രാമങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. പ്ലേഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയുസ് ഒരു ദിവസമേ ഉള്ളൂ. ഒരു കട്ടി വരും, പനി വരും, പെട്ടെന്ന് മരിക്കും. അത് അടുത്തവർക്ക് വേഗം ഒട്ടുന്ന സുഖക്കേടുമാണ്. ഇത് കണ്ടപ്പോൾ പൊള്ളാച്ചിയിലുള്ള 4-5 പ്രൈവറ്റ് ഡോക്ടേഴ്സ് എല്ലാം അവർ ഭയന്ന് സ്ഥലം വിട്ടു. പിന്നെ ഗവൺമെൻറ് 2 ഡോക്ടേഴ്സ് കൊണ്ടുപോകും. അവരെന്ത് ചെയ്യാനാ? ഇംഗ്ലീഷുകാരൻ്റെ കാലത്തെ ഭരണം, അന്ന് നാട്ടുരാജാക്കന്മാരാണ് ഭരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പുറവാളത്തെ സെമിനാർ പുറവാളെ ഒരു നാട്ടുരാജാവുണ്ട്. 10 മൈൽ ചുറ്റളവിൽ ഒരു ഡോക്ടർമാരുമില്ല. അവർ വിഷമിച്ചു. ജനങ്ങൾ വന്ന് കൊട്ടാരത്തിൽ വീണ് മരിക്കുകയാണ്, ചികിത്സിക്കാൻ ഒരു ഡോക്ടർമാരുമില്ല. അയാൾ വിഷമിച്ചു. ഇങ്ങനെയൊക്കെ ആരെ പറഞ്ഞു, പാലക്കാട്ട് ഒരു ഡോക്ടറുണ്ട്, പ്ലേഗ് എന്ന് പറഞ്ഞാൽ ആരും പോവുകയില്ല, എന്നാലും അത് ഭക്തനാണ്, വിളിച്ചാൽ ചിലപ്പോൾ വന്നേക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തൊപ്പിയും കിരീടവും എല്ലാം വെച്ച് സിപാഹികളുടെ ഒരാൾ കടന്നു വന്നു. മേ ഐ നോ യു, ഐ ആം ദി സൺ ഓഫ് പതയവാള്, വാട്ട് ഫോർ? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പതകളെല്ലാം കൊട്ടാരത്തിൽ വന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ ദയവ് ചെയ്ത് ഡോക്ടർ ഒരു ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഒരു 3 മണിക്കൂർ ആ പാവങ്ങൾക്കൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. സാധാരണ പ്ലേഗെന്ന് കേട്ടാലും പോവുകയില്ല, എന്നാൽ ആശ്രമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ വന്ന് ആദ്യത്തെ ദിവസം കടന്നു വന്നപ്പോൾ ആ ഹോളിൽ 2 ഭാഗമുണ്ട്, രോഗികളെ കിടത്താനും മരിച്ചവരെ മാറ്റി വെക്കാനും. അങ്ങനെ നോക്കിയപ്പോൾ 100 പേര് മരിച്ച ശവം കണ്ടു. ആദ്യത്തെ ദിവസം ഒരു 100 ചില്ലാനും പേര് രോഗികളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ മരിച്ചു കഴിഞ്ഞവരെ അവരെ ഉടനെ തന്നെ അവിടെ ആളുകൾ വന്ന് എടുത്തിട്ട് പോയി അവരുടെ കർമ്മനുസരിച്ച് ദഹിപ്പിക്കുകയോ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രോഗികളെ ഞാൻ നോക്കുമ്പോൾ 2 സംഗതിയാണ് ഞാൻ നോക്കിയത്. ഒന്നാണ് സിംറ്റംസ്, അവരുടെ കട്ടി, പനി, ദേഹം തളർച്ച. 100 കണക്കിന് ഗുണകണക്കിന് ശവങ്ങളാണ് അവിടെ കിടക്കുന്നത്. അത് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ വന്ന് കണ്ട കാഴ്ചപ്പോൾ ഇത് സാധാരണമായ സോക്കേടല്ല, ഇത് വൈദ്യം കൊണ്ട് പെട്ടെന്ന് വയ്ക്കുന്നതാണ്. പ്രാർത്ഥനയുടെ ശക്തി കൂടി ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേഗിനുള്ള മരുന്ന് പ്രിവെൻറ്റി കൊണ്ട് അതുകൊണ്ട് കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ ഈ രോഗം നീ സൗഖ്യമാക്കണമേ, ഇനി ആരും മരിക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുത്തു. പറ്റാത്തവർക്ക് അവിടെ വില്ലേജിലുള്ളവർക്കെല്ലാം അതിൻ്റെ പ്രിവെൻറ്റിയും കൊടുത്തു വിട്ടു. അങ്ങനെ അനേകരെ പിന്നെ ഞാൻ വന്നതിന് ശേഷം അധികം പേര് മരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ വടക്കുപാള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പേഷ്യൻ്റ് സിങ്കിങ്ങിലാണ്. ഞാൻ അവിടെ വന്നപ്പോൾ ഒരു പയ്യന് 13 വയസ്സുള്ള പയ്യൻ മരിക്കുന്ന സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. സിങ്കിങ് സ്റ്റേജാണ്. ഞാൻ പ്രാർത്ഥിച്ച് അവന് മരുന്ന് കൊടുത്ത് വെച്ച് പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ അവന് എഴുന്നേറ്റിരിക്കുന്നു. അവൻ്റെ കട്ടിപ്പോയി, അവൻ്റെ പനി വിട്ടു. ആഹാ, നീ സുഖമായെന്ന് ചോദിച്ചു. സുഖമായെന്ന് പറഞ്ഞു. വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ തൊട്ട വീട്ടിൽ നിന്ന് ഡെഡ് ബോഡി പോകുന്നു. അമ്മ നെഞ്ചത്തെടുത്ത് കരയുന്നു. അമ്മയെ വിളിച്ച് എന്നായതെന്ന് ചോദിച്ചു. ഈ ഇവൻ്റെ കൂട്ടുകാരനാണിത്, ഇവർക്ക് 2 പേർക്ക് ഒന്നിച്ചാണ് ഈ സോക്കേട് വന്നത്. എന്നാൽ ഞാനിവിടെ നിന്ന് എന്താ എന്നെ വിളിക്കാമെന്ന് ചോദിച്ചു. പറയാം, യജമാൻ, അതായത് സെമിൻ്റെ രാജാവ് ചൊല്ലിയിട്ടുണ്ട്, ഡോക്ടർ കാശും പണമൊന്നും ചോദിക്കില്ല, വെറുതെ വിടില്ല, എന്തെങ്കിലും കയ്യിലുള്ളത് ഒന്ന് വെച്ച് കൊടുത്തേ വിടാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വീടെല്ലാം തപ്പിയിട്ട് ഒരണ പോലും വീട്ടിലെടുക്കാനില്ല. മകനോട് പറഞ്ഞു, എങ്ങനെ അമ്മേ ഒന്നും കൊടുക്കാതെ ഞാൻ എങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും കൊടുക്കാനാണ് വിളിക്കാൻ ചോദിച്ചു. ഞാൻ നോക്കി നിന്നു. ദൈവമേ, ആ പാവം സാധുവിന്
ഒരണ പോലും കൊടുക്കാനില്ലാഞ്ഞിട്ടാണല്ലോ അവൻ്റെ ഡെഡ് ബോഡി പോകുന്നത്. അപ്പോൾ ആ ഡെഡ് ബോഡി ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു, യു ഡു ഇറ്റ് ഫ്രീലി, യു ഡു ഇറ്റ് ഫ്രീലി, യു ഡു ഇറ്റ് ഫ്രീലി. ഒരു ശബ്ദമുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവ ശബ്ദമാണെന്ന് എന്നെ ബോധപ്പെടുത്തുകയും ഞാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതേ പടക്കിപ്പാളയം വന്ന് ഈ സാധുക്കൾക്ക് സൗജന്യമായിട്ട് വൈദ്യം ചെയ്യണം തീരുമാനമെടുത്തു. ചികിത്സിക്കാൻ പണമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു വീണത് ഡോക്ടർ ജോസഫിനെ തകർത്ത് കളഞ്ഞു. പാവപ്പെട്ടവർക്കായി നീ സൗജന്യമായി ചികിത്സിക്കണം എന്ന ദൈവശബ്ദം പ്രാർത്ഥനയിൽ ശ്രവിച്ച ഡോക്ടർ ടി ജോസഫ് ഗ്രാമത്തിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ദൈവഹിതം അവരോട് പറഞ്ഞു. ഈ ഇരിക്കുന്നവർ എൻ്റെ അപ്പനും അമ്മയും സഹോദരനും സഹോദരിയുമാണ്. ഒരു ഡോക്ടർ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് കൈ നീട്ടുകയില്ല, അപ്പന് മരുന്ന് കൊടുത്തിട്ട് കൈ നീട്ടുകയില്ല. സോ ഈ ആശുപത്രിക്ക് നോ ചാർജ്, നോ ഫീസ്. പിന്നെ സൗകര്യമുള്ള എന്തെങ്കിലും സംഭാവന പലരും തന്നാൽ സ്വീകരിക്കാൻ കൊണ്ട് ആർക്ക് വേണമെങ്കിലും വന്ന് വൈദ്യം ചെയ്യാം എന്ന് പറഞ്ഞു. അതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഗ്രേസ് കടവുൾക്ക് പേരിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഗ്രേസ് മെഡിക്കൽ എന്ന് പേരിട്ടെന്നും പറഞ്ഞ് ഗ്രേസ് മെഡിക്കൽ എന്ന് പേരിട്ട് ആരംഭിച്ചു. ഡോക്ടർ ടി ജോസഫ് ദൈവകൃപയിൽ ആഴമായി വിശ്വസിച്ചു. തൻ്റെ മെഡിക്കൽ ഹാളിന് ഗ്രേസ് എന്ന് പേര് നൽകി. ഡോക്ടർ ജോസഫ് പ്രാർത്ഥിച്ചു, പ്ലേഗ് ബാധിതരെ ചികിത്സിച്ചു, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് ലാഭം എന്ന് കരുതി പ്രവർത്തിച്ചു. യേശുനാമത്തിൽ അതിശയകരമായി പൊള്ളാച്ചി പട്ടണത്തിൽ പ്ലേഗ് നിയന്ത്രണ വിധേയമായി. ദൈവത്തിൻ്റെ നിയോഗമാണ് എനിക്ക് പൊള്ളാച്ചി വരാനും. ഇത് ദൈവത്തിൻ്റെ നിയോഗത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവ ഇഷ്ടം നടക്കുമെന്ന് എനിക്ക് വിചാരമുണ്ട്. അതുകൊണ്ട് എന്നെ കഴിവോ എൻ്റെ പ്രാപ്തിയോ അല്ല, ദൈവം എന്നെ പ്രവർത്തിച്ചുകൊള്ളും, ദൈവം സുഖമായിക്കൊള്ളും, ദൈവം നല്ലതാക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് പ്ലേഗ് വന്നാൽ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാൻ താതായിട്ടാണ് കടന്നു വന്നത്. എന്നാൽ ദൈവം നടക്കുള്ളെന്നുള്ളതുകൊണ്ട് അങ്ങനെ പൂർണ്ണ സമർപ്പണത്തിലായതുകൊണ്ട് എനിക്ക് യാതൊരു സംശയമില്ലാതെ ഞാൻ തന്നെ എല്ലാം ഫേസ് ചെയ്യുമായിരുന്നു. ആ ചികിത്സ മുഖേന അനേക ആളുകൾ ദൈവവിശ്വാസത്തിലേക്ക് വരികയും വേദസം വായിക്കുകയും കൂടി പലരും സ്നാനപ്പെടുകയും ചെയ്ത സംഭവത്തിൽ കൂടെ ഈ പ്ലേഗ് മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. രോഗം പടർന്ന വടക്കിപ്പാളയത്ത് പാവങ്ങൾക്കായി ചെറിയ ഒരു സ്കൂളും പാർപ്പിട കേന്ദ്രവുമെല്ലാം പിന്നീട് നിർമ്മിച്ചു നൽകാൻ ഡോക്ടർ ടി ജോസഫിനായി. അയ്യാ, ഇവിടെ പൊള്ളാച്ചിയിലെല്ലാം ഡെവലപ്പ് ചെയ്തല്ലോ, ഞങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരണം. എന്തൊക്കെയാണ് എഴുതിയിട്ട് വന്നിടണം. ഒരു സ്കൂൾ വേണം, പാവങ്ങൾ കിടക്കാൻ ഒരു സ്ഥലം വേണം, കുട്ടികൾക്ക് കോൺഫിഡൻസ് 4-5 കാര്യം കിട്ടും. അങ്ങനെയാണോ? ഞാൻ ഒരു എഞ്ചിനീയറിങ് കൂട്ടിയിട്ട് വടക്കേപ്പാളയം പോയി. അപ്പോൾ എഞ്ചിനീയർ ഡോക്ടറെ ഇവിടെ ഈ ആവശ്യങ്ങളൊക്കെ വേണമെങ്കിൽ കുറഞ്ഞ 45 ലക്ഷം രൂപ വേണം, 1 ഏക്കർ സ്ഥലം വേണം, ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ഒരു 50 ലക്ഷം എങ്കിലും ആകും. അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാനിവിടെ ഒന്ന് ബാങ്കിൽ ചോദിച്ചപ്പോൾ 750 രൂപ മാത്രമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓർമ്മ വന്നു. എൻ്റെ കുടുംബസ്ഥത്തെല്ലാം വിറ്റ് 45 വർഷം മുമ്പേ ഈ പൊള്ളാച്ചി ടൗണിൽ 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട്. 45 വർഷം മുമ്പേ വാങ്ങിച്ച് കിടപ്പുള്ളത് എനിക്കൊരു മകനേ ഉള്ളൂ, രാജൻ ജോസഫ്, അവൻ ഡോക്ടറാണ്. അവനെ വിളിച്ചു, എടാ എൻ്റെ കുടുംബസ്വത്ത് ഇങ്ങനെ സ്ഥലമുണ്ട്, വടക്കിപ്പാളത്തെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇനി എനിക്ക് 79 രൂപ ഉള്ളൂ, ഇത് വിറ്റാലേ ഉള്ളൂ. പിന്നെ അവൻ്റെ മൊഴി, അപ്പച്ചാ ഈ വീടൊഴിച്ച് ബാക്കി എന്ത് വേണ്ടെങ്കിലും വിറ്റ് ദൈവവേല ചെയ്തോ, എനിക്ക് വീട് മാത്രം മതി എന്ന് പറഞ്ഞു. ചുരുക്കട്ടെ, ദൈവം ആ സ്ഥലത്തിൽ പോയി ആ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം തന്നെ 50 ലക്ഷം രൂപയ്ക്ക് അത് വിറ്റു. 50 ലക്ഷം രൂപയും കൊണ്ട് വടക്കിപ്പാളയം പോയിട്ട് ആ പറയുന്ന കാര്യങ്ങളെല്ലാം ചിലവാക്കി 45 ലക്ഷം രൂപ അവിടെ ചിലവാക്കിയിട്ട് ബാക്കി വന്നു. അതവിടുത്തെ
ചെലവിന് വേണ്ടി അവിടെ ഡെപ്പോസിറ്റ് കൊടുത്തു. അങ്ങനെ വടക്കേപ്പാളയം ഇന്ന് ഒരു വലിയ സെൻ്ററായിട്ട് മാറിയിരിക്കുകയാണ്. ഡോക്ടർ ടി ജോസഫിന്റെ ഗ്രേസ് മെഡിക്കൽ സെന്ററിലൂടെ അനേകം അതിശയങ്ങൾ ദൈവം പ്രവർത്തിച്ചു. അനേകം പേർക്ക് ഡോക്ടർ ജോസഫ് പ്രാർത്ഥിച്ച് മരുന്ന് നൽകി. ദൈവം അതിശയം പ്രവർത്തിച്ചു. എൻ്റെ അനുഭവത്തിൽ ഒരു സംഭവം ഞാൻ പറയാം. മധുരയിൽ ഒരു പണക്കാരന് ഒരു ഭയങ്കര സോക്കേട് വന്ന് അവൻ്റെ ലക്ഷക്കണക്കിന് ചികിത്സിച്ചിട്ട് അവന് സുഖമാകാതെ കഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ പോയി പറഞ്ഞു, എടാ നീ പൊള്ളാച്ചിയിൽ പ്രാർത്ഥിച്ച് സുഖമാക്കുന്ന ഒരു ഡോക്ടറുണ്ട്, നീ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. എടാ അങ്ങനെയാണെന്നോ, ഇത്രയും ഡോക്ടർമാരെ നോക്കിയിട്ട് എന്നും പറഞ്ഞ് അവൻ വന്നു. ഞാൻ പറഞ്ഞു, FRCS വരെയുള്ള ഡോക്ടർമാരെ നോക്കിയിട്ട് സുഖമാകത്തത് ഞാൻ സുഖക്കിട്ടില്ല. എന്നാൽ ഒന്ന് നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഞാൻ അതിന് അടുത്ത പഠിപ്പുള്ള ഡോക്ടറൊന്നുമല്ല, അതിനുള്ള മരുന്നും ഇതിക്കുള്ളിൽ എനിക്കില്ല. എന്നാൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ദിവസം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അയാളുടെ തലയ്ക്ക് വെച്ച് കണ്ണീരോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് അയാൾ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു. എൻ്റെ കഴുത്തിൽ 3 പൗണ്ട് മാല, സ്വർണ്ണമാല ആദ്യം ചാർത്തി. എന്താണെന്ന് പറഞ്ഞു, എൻ്റെ ഡോക്ടറെ 2 വർഷം കഷ്ടപ്പെട്ട് നോക്കിയിട്ട് സുഖമാകാത്തത് ഇപ്പോൾ എനിക്ക് യാതൊരു വയറ്റിൽ അസുഖമില്ല, എന്ത് ഭക്ഷണം കഴിക്കാം, ഗർഭം സുഖമുണ്ട്. ആദ്യമായിട്ട് എൻ്റെ പ്രസിഡൻ്റ് ഈ കുരിശുമാല അല്ല ഈ മാല ഡോക്ടറെ സ്വീകരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര ഞാൻ വാങ്ങാൻ യോഗ്യനല്ല, കാരണം ദൈവമാണ് അത് സുഖമാക്കിയത്, അതുകൊണ്ട് ഈ മാല ഞാൻ സ്വീകരിക്കില്ല എന്നും പറഞ്ഞ് തിരിച്ച് അവ കൊടുത്തു. നീ പോയി ഇത് വിറ്റ് ദൈവം പറഞ്ഞ് സാധുക്കൊക്കെ ചെറിയതൊക്കെ ചെയ്തത് എനിക്ക് ചെയ്തു, അതുകൊണ്ട് എനിക്കിത് വേണ്ട, നീ ദൈവത്തിന് ചെയ്യുക. ദൈവത്തിന് പറഞ്ഞാൽ ദൈവത്തിനെ കൊണ്ട് കൊടുക്കാനല്ല, ദൈവം പറയുന്നത് ഈ ചെറിയ ആൾക്ക് ചെയ്തത് എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞ് ഇത് വിറ്റിട്ട് ആ പാവങ്ങൾക്കെല്ലാം നീ കൊണ്ടുപോയി കൊടുക്കുന്നതെന്നും അല്ലടിക്കിടയ്ക്ക് എന്നെ വന്ന് വിസിറ്റ് ചെയ്യും. അങ്ങനെ അല്പം വെച്ചിട്ട് അയാൾ മുഖേന അനേകത ദൈവസന്നിധിയിലേക്ക് വന്നിട്ടുണ്ട്. ഡോക്ടർ ടി ജോസഫിന്റെ സമർപ്പണവും പ്രാർത്ഥനയും നിമിത്തം പൊള്ളാച്ചിയിലെയും സമീപ ഗ്രാമങ്ങളിലെയും നാനാജാതി മതസ്ഥരായ അനേകർ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞു. യേശു ക്രിസ്തു എന്നെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ എൻ്റെ ഒരപ്പച്ചനാണ്, ഞാൻ അപ്പച്ചൻ്റെ മകനുമാണ്. ഈ അപ്പച്ചൻ്റെ അരികിൽ എനിക്ക് എന്ത് വേണേലും പറയാം, എന്ത് വേണേലും ആവശ്യപ്പെടാം. ആ അപ്പച്ചന് ഒരു സംഗതി ഉണ്ട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കണം, നീ എന്നെ സ്വീകരിച്ചാൽ ഞാൻ നിന്നെ സ്വീകരിക്കും. അങ്ങനെ ആ ദൈവത്തെ ഞാൻ സ്വീകരിച്ച് ഇന്ന് വരെയും ഞാനും ദൈവമായിട്ട് ദിവസേന സംഭാഷണം നടത്തുന്നുണ്ട്. ദൈവം എൻ്റെ വാക്കുകൾ എന്നോട് പറയുന്നത്, നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ എന്താവശ്യമാലും ഞാൻ ചെയ്യും, ഏത് ചെയ്താലും നിനക്ക് ഒരു കുറവും വരികയില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിൽ ആ പ്രാർത്ഥനയിൽ ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ച അന്നാടും ഞാനും ദൈവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എന്നോട് സംസാരിക്കും, ഞാൻ ദൈവത്തോട് സംസാരിക്കും. അങ്ങനെ അപ്പനും മകനും എന്നുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇന്നുവരെയും തുടർന്നു കൊണ്ടുപോവുകയാണ്. സാധാരണ ശക്തിയിൽ നമ്മൾ വീണ് പോകാതിരിക്കണമെങ്കിൽ പരിസ്ഥാനം പ്രാപിക്കണം. പരിസ്ഥാനം പ്രാപിക്കുന്നതിന് ഒരു വഴി ഉണ്ടെന്ന് ചോദിച്ചാൽ രാവിലെയും വൈകിട്ടും എന്നല്ല, ഏത് സമയത്തും ദൈവമായുള്ള ബന്ധം, അതായത് നമ്മുടെ നടപ്പിലും സംസാരത്തിലും ദൈവം എന്നുള്ള ചിന്ത നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുകയും നാം പോകേണ്ടതും വഴിയും
എല്ലാം പരിശുദ്ധാത്മ നടത്തും. പിന്നെ നമ്മളെപ്പറ്റി ബാധപ്പെടേണ്ട കാര്യമില്ല, നമ്മുടെ കുടുംബത്തെ പറ്റി നോക്കണം, മക്കളെപ്പറ്റി ബാധപ്പെടേണ്ടതില്ല, എല്ലാം ദൈവം നോക്കിക്കോളും. ഡോക്ടറിന്റെ ഭാര്യ കുഞ്ഞമ്മ ജോസഫ് 1950 കേന്ദ്ര തപാൽ സർവീസിലെ ജോലി രാജിവെച്ച് ഹോമിയോപ്പതി പഠിച്ച് തൻ്റെ ഭർത്താവിനൊപ്പം ക്രിസ്തുസ്നേഹം അറിയിക്കാൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അതും ദൈവിക പദ്ധതിയായിരുന്നുവെന്ന് ഇന്ന് ഈ കുടുംബം തിരിച്ചറിയുന്നു. ചെറുപ്പം മുതലേ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ അടുത്ത് തന്നെയായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിലാന്നേലും എല്ലാവർക്കും സുവിശേഷ വേലയിലാന്നേലും എല്ലാം നല്ല താല്പര്യമുള്ളവരായിരുന്നു. എൻ്റെ വല്യപ്പച്ചൻ വർക്കിയാശാൻ തനിക്ക് രാത്രി കിടന്ന് വെളുപ്പിനാകുമ്പം പാട്ടുകളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെയൊക്കെ വിളിച്ച് പാട്ടൊക്കെ എഴുതിപ്പിക്കും. കല്യാണ ആലോചനകളൊക്കെ വരുമ്പോൾ തന്നെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ദൈവഹിതം മാത്രമേ നടക്കാവുന്നായിരുന്നു. അപ്പോൾ ഈ ആലോചന വന്നു. ദൈവഹിതമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം ഒന്നുമല്ല, ദൈവം എന്നെപ്പറ്റി എന്തുദ്ദേശിച്ചിരിക്കുന്നു, ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ എന്താകുന്നു, അത് മാത്രം നടക്കണമെന്ന് മാത്രമാകുന്ന എൻ്റെ ആഗ്രഹം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് വചനം പറയുന്നു. ദൈവവുമായിട്ടുള്ള നിരന്തര കൂട്ടായ്മ ആകുന്നു നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും തരുന്നത്. അല്ലാതെ ലോകത്തിൻ്റെ ധനമോ സ്വത്തോ ഇതൊന്നുമല്ല നമ്മൾക്ക് യഥാർത്ഥ സന്തോഷം തരുന്നത്. അതാണ് എൻ്റെ അനുഭവം. 99 വയസ്സുവരെ ഡോക്ടർ ടി ജോസഫ് പൊള്ളാച്ചിയിലെ ഗ്രാമങ്ങളിൽ സൗജന്യ ശുശ്രൂഷ നൽകി. ഇന്ന് തൻ്റെ 102-ാം വയസ്സിലും ആവും വിധം ദൈവിക പദ്ധതികൾക്കായി ഡോക്ടർ പ്രവർത്തിക്കുന്നു. എൻ്റെ 95-ാമത്തെ വയസ്സിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അത് വെളുപ്പിന് 3 മണിക്ക് ശരിക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റമെല്ലാം എനിക്കറിയാവുന്നതുകൊണ്ട് ഹാർട്ട് അറ്റാക്കായിരുന്നു. അത് പ്രാർത്ഥനയോടുകൂടെ അങ്ങനെ കഴിച്ചു കൂട്ടി മെല്ലെ 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 ആ പെയിൻ കുറഞ്ഞ് രാവിലെ ആശുപത്രി പോകേണ്ട സമയം 9 മണിയായപ്പോഴത്തേക്ക് പെയിനില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയാനും വയ്യ. ഞാനും വൈഫ് കുഞ്ഞമ്മയും കൂടെ ആശുപത്രി പോകുന്ന വഴിക്ക് ഹാർട്ട് ആശുപത്രിയുടെ റോഡിൽ കൂടെ പോയത്. അപ്പം ഞാൻ കുഞ്ഞോട് പറഞ്ഞു, ചുമ്മാതെ ഒരു ECG ഒന്ന് നോക്കിയിട്ട് പോകാം, വയസ്സല്ലേ, അതെന്തിനാ ചുമ്മാ ഒന്ന് നോക്കാം. അത് പോയി ECG എടുത്തപ്പം ഡോക്ടർമാർ മൈ ഗോഡ് ഉടനെ കൈ കാണിച്ചു ICUലോട്ട് കയറിക്കൊള്ളാൻ. എന്താണെന്ന് ചോദിച്ചു. ഒരു അറ്റാക്ക് ഉണ്ടായി, അത് വിട്ടു, ഇനി വലിയ അറ്റാക്ക് ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ട് ഉടനെ ആശുപത്രിയുടെ പ്രവേശിക്കണം, ഇപ്പോഴേ തുടങ്ങണം വേല, 2 മാസം അതിനകത്തിരിക്കണം, അതിനകത്ത് അഡ്മിറ്റൊന്നായി. ഞാൻ പറഞ്ഞു, എന്നെ കാരണം കൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് പോകില്ല, കിടക്കാനും പോകുന്നില്ല. എന്താ 95 വയസ്സായി, ഇനി എനിക്ക് ഒരു സ്ഥലമുണ്ട്, ബൈബിളിൽ പറഞ്ഞ 70 അല്ല 80 ആയുസ്, ഇപ്പം 95 വയസ്സായപ്പം എനിക്ക് അറ്റാക്ക് വന്നാൽ അങ്ങ് മരിക്കാമല്ലോ എന്ന് ഞങ്ങൾ വിടുകയില്ല, അതുകൊണ്ട് കിടന്നേ വെക്കുള്ളൂ. ഉണ്ണോദയ പറഞ്ഞു, ഡോക്ടർ പണത്തിന് ഡോക്ടേഴ്സ് ഫണ്ട്സാണ്, ഞങ്ങൾക്ക് ഫീസൊന്നും വേണ്ട, 5 ലക്ഷം ആകും, എന്നാൽ ഇത് 3 ലക്ഷം കൊടുത്താൽ ഇത് പൂർത്തിയാക്കി റെഡിയാക്കി തരാം. ഞാൻ പറഞ്ഞു, ഈ 3 ലക്ഷവും ഞാൻ ചിലവാക്കാൻ നോക്കില്ല. ഉണ്ണോദയ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഫിസിക്കലാണെന്ന് പറഞ്ഞു. എനിക്ക് കോപം വന്നു, അയ്യാ ഫിസിക്കലല്ല, ആ 3 ലക്ഷം രൂപ എൻ്റെ ബോഡിക്ക് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ 3 ലക്ഷം രൂപ ഞാൻ സാധുക്കൾക്ക് വേണ്ടി ചിലവഴിക്കണം, എന്നാൽ ഞാൻ കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വിട്ട് വന്ന് ഇവിടെ വന്നിട്ട് റൂമിൽ 20 ദിവസം പ്രാർത്ഥനയും ധ്യാനവുമായിട്ട് കഴിച്ചു കൂടി. 20ാമത്തെ ദിവസം ഹാർട്ട് പെയിനുമില്ല, ഒന്നുമില്ല. ആശുപത്രി പോകുമ്പോൾ വീണ്ടും ആശുപത്രി ഒന്ന് കയറിയിട്ട് ഡോക്ടറെ കാണാൻ പോയി. അവർ ECG എടുത്തപ്പോൾ എന്നോട് ചോദ്യം, ഡോക്ടർ സത്യം പറഞ്ഞു, ഏത് ആശുപത്രിയിലാണ് ചികിത്സിച്ചത്?
ഞാൻ പറഞ്ഞു ഒരാശുപത്രിയും പോയില്ല. പിന്നെ എങ്ങനെ എന്താ ഒന്നും കാണുന്നില്ല, ഇപ്പോൾ ഹാർട്ടുകൾ നല്ലതായിരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ പ്രാർത്ഥനകൾ സാധിക്കുമെന്ന് തെളിയിച്ചു. ഡോക്ടർ തുടങ്ങിവെച്ച എല്ലാ പ്രവർത്തനങ്ങളും മാർത്തോമാ സഭ ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നു. അനേകം കുഞ്ഞുങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. അനേകം കുഞ്ഞുങ്ങൾക്ക് ഇന്നിവിടെ സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്നു. സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുന്നു. ആശുപത്രികളിൽ സൗജന്യ ഭക്ഷണം എത്തിക്കുന്നു. കിടപ്പ് രോഗികളെ വീടുകളിലെത്തി ശുശ്രൂഷിക്കുന്നു. നൂറുകണക്കിന് കുടുംബങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഇന്നിവിടെ അനുഭവിക്കുന്നു. ദൈവത്തിന് വേണ്ടി സകലവും സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഒരു കുറവുമില്ല. നിങ്ങൾ പഠിക്കേണ്ടതിനാണ്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ ഇന്ന് ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല. ഒന്നുകൂടെ പറയാം, നല്ല ഓർമ്മശക്തിയുണ്ട്, കണ്ണിന് നല്ല കാഴ്ചയുണ്ട്, ചെവിക്ക് നല്ല കേൾവിയുണ്ട്. ഏത് ഭക്ഷണം വേണ്ടിയും കഴിക്കാം. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചാൽ വൈകിട്ടും കഴിച്ചാൽ ദഹിക്കും. അങ്ങനെ എല്ലാ അനുഗ്രഹം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയി എല്ലാം ദൈവത്തിൽ കൊടുത്താൽ ദൈവം നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. എളിയവരായ മനുഷ്യരിലൂടെ ദൈവം വൻ കാര്യം ചെയ്യുന്നു. തന്നെ സ്നേഹിച്ചവരെ, തനിക്കായി സമർപ്പിക്കപ്പെട്ടവരെ അവിടുന്ന് തേടിച്ചെല്ലുന്നു. അവരിലൂടെ സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുന്നു. ദൈവം സ്നേഹമാകുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നിന്നെപ്പോൾ തന്നെ എൻ്റെ അടുക്കാനെ സ്നേഹിക്കുക. നിന്നെ ഉപദ്രവിക്കുന്നവനെ, നിന്നെ ശപിക്കുന്നവനെ, നിന്നെ എല്ലാം കഷ്ടപ്പെടുത്തുന്നവനെ നീ സ്നേഹിക്കുക. അങ്ങനെ നിൻ്റെ സ്നേഹം കൊണ്ട് അവനെ നീ വീണ്ടെടുക്കുക. ആ സ്നേഹത്തിൽ കൂടെ ശത്രുക്കളെ സ്നേഹിച്ചു കഴിയുമ്പോൾ അവൻ അത്ഭുതപ്പെടും. ഇത്രയും ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടും എന്നെ വീണ്ടും സ്നേഹിച്ച് നന്മയിൽ നിന്ന് വരും. അതുകൊണ്ട് ആ സ്നേഹമാണ് എനിക്ക് യേശു ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ വലിയ ആഗ്രഹം. കാരണം ഇത്രയും സൗകര്യമായിട്ടിരിക്കേണ്ട യേശു താണിറങ്ങി വന്ന് ആ സ്നേഹത്തിൽ കൂടെയാണല്ലോ അവസാനം രക്തം വരച്ചിൻ്റെ നമ്മളെ വീണ്ടെടുത്തത്. ആ സ്നേഹമാണ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ആ സ്നേഹം കൊണ്ട് ഏത് സാധുവിനെയും ഏത് ചെറിയനെയും കണ്ടാലും എനിക്ക് അനുതാപം ഉണ്ടാകുകയും അവരേതെല്ലാം വിധത്തിൽ സഹായിക്കാൻ സാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 2017 മാർത്തോമാ സഭ മാനവസേവാ പുരസ്കാരം നൽകി ഡോക്ടർ ടി ജോസഫിനെ ആദരിച്ചു. ദൈവത്തെ ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ലെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഈ 102 വയസ്സ് വരെയും എനിക്കുള്ളതെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോയതുകൊണ്ട് ഇന്നുവരെ ഒരു കുറവും വന്നിട്ടില്ല. ഈ ചെറിയൊരാൾക്ക് ചെയ്തത് എനിക്ക് ചെയ്തു എന്ന് ദൈവം കൽപ്പിച്ചത് ഓർത്തിട്ട് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങളും അതുപോലെ എല്ലാ സാധുക്കളെയും നിങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ച് വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പണം പൂർണ്ണമാകുമ്പോൾ ജീവിതം സാർത്ഥകമാകുന്നു എന്ന് ഡോക്ടർ ടി ജോസഫിൻ്റെ ജീവിതം നമ്മോട് പറയുന്നു. ദൈവ തിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.